ഹലോ ഗൈസ്, നമ്മുടെ ബൈക്കിൻ്റെ പെർഫോമൻസ് പിന്നെ അതേപോലെ സ്മൂത്ത് റൈഡിങ് എല്ലാം ഉറപ്പാക്കാൻ ചെയിൻ ക്ലീനിങ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രഷ്, കെറസിൻ പിന്നെ മോട്ടോ MC കെയർ ചെയിൻ ലൂബ് ഉപയോഗിച്ചിട്ട് ഈ ബൈക്കിൻ്റെ ചെയിൻ ഒന്ന് നമുക്ക് വൃത്തിയാക്കി നോക്കാം. ഓക്കെ, സോ ചെയിൻ ലൂബ് നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഹാവ് മോട്ടോ MC കെയർ നോ. ഇപ്പോൾ ഈ ബൈക്ക് പാഡോക്ക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളെ ബൈക്ക് സെൻറ്റർ സ്റ്റാൻഡ് അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ എൻജിൻ ഓഫാക്കി ഇടുക, ന്യൂട്രലിൽ വണ്ടി ഇടുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയറിലിട്ടിട്ട് ഇതിങ്ങനെ ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഇടയിലൊന്നും പിടിച്ച് ചെയ്യാണ്ട് നിൽക്കുക. ചിലപ്പം വിരലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ കഴിയുമെങ്കിൽ ഒരു ഗ്ലൗസോ ഡിസ്പോസബിൾ ഗ്ലൗസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം കൂടി ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഒന്നിക്ക് വണ്ടി ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ബ്രഷിന് ശേഷം കെറസീൻ എടുത്തിട്ട് സൈഡും രണ്ട് സൈഡും പിന്നെ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഇപ്പം നോക്കുമ്പോൾ തന്നെ കാണാം കുറച്ച് ഡസ്റ്റും ഡേർട്ടും പിന്നെ കുറച്ച് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്ലഡ്ജും കൂടി ഉണ്ട്. ഓക്കെ, ഇത് എസ്പെഷ്യലി മഴക്കാലം. അതേപോലെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് NHൻ്റെ അടുത്താണ്. അവിടെ NH66 കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം റൂട്ട്, ആ റൂട്ടിലോട്ട് വണ്ടി അധികം പോകാറുണ്ട്. അപ്പം അത്യാവശ്യം റോഡിൻ്റെ ഡസ്റ്റ് പിന്നെ റോഡ് കൺസ്ട്രക്ഷനുള്ള സിമെൻറ്റിൻ്റെ ഡസ്റ്റ്, അതേപോലെയുള്ള ഇപ്പം നമ്മൾ അധികം ചളിയിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡസ്റ്റ്, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇനീഷ്യലി ഈ ഫ്രണ്ട് ഭാഗം ഫുൾ ക്ലിയർ ചെയ്യുക, ചെയിന് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് ഈ റിയർ ഭാഗം ഒന്ന് റിമൂവ് ചെയ്തിട്ട്, ഈ സാരികൾ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്കി പൊടി ചെയ്യാം. അതുപോലെ പറ്റുമെങ്കിൽ ചെയിനിൻ്റെ ബാക്ക് സൈഡ്, അതായത് ഈ ബാരിയർ സ്പ്രോക്കറ്റ്, അതിൻ്റെ സൈഡ്സ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അധികം വിട്ടുപോകുന്ന കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു വാട്ടർ വാഷ് പോലെ ചെറുതായിട്ടൊന്ന് വെള്ളം അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെറസീൻ കളയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം യൂസ് ചെയ്യുന്നത് മോട്ടറിൻ്റെ MC ചെയിൻ ലൂബാണ് ഇപ്പം കയ്യിലുള്ളത്. അതെടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ കുറേ സ്ലഡ്ജ് താഴെ എത്തും. പറ്റുമെങ്കിൽ ഒരു പേപ്പർ, വേസ്റ്റ് പേപ്പർ അങ്ങനത്തെ എന്തെങ്കിലും സാധനം അടിയിൽ വെക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം സ്ലഡ്ജൊക്കെ വന്ന് നിറയുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ള വണ്ടി. അപ്പോൾ ഇതൊന്ന് റണ്ണിങ്ങിൽ വിടുക. അപ്പം കുറച്ച് കൂടി ചെയിൻ ലൂബ് ചെയ്യാം നമുക്ക്. ഇത് കുറച്ച് നേരം റണ്ണിങ്ങിൽ തന്നെ വിടുക. കാരണം ഇപ്പോൾ ഈ കാണുന്നുണ്ടോ, കുറച്ചുകൂടി ഈ സ്ലഡ്ജൊക്കെ റിമൂവ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വി ക്യാൻ ഫിനിഷ് ദിസ് ക്ലീൻ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.